നമ്മുടെ മാതാപിതാക്കൾ നമ്മെക്കുറിച്ചോർത്ത് സന്തോഷിക്കാറുണ്ടോ? അതോ നമ്മെക്കുറിച്ചോർത്ത് അവർ നെടുവീർപ്പിടുകയാണോ ചെയ്യുന്നത്? തിരുവചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് തന്നെ പരിശോധിക്കുക. കാരണം നമ്മുടെയൊക്കെ അനുഗ്രഹത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ആശീർവാദമാണ്. ആകയാൽ നാം ഒന്ന് സ്വയം പരിശോധന നടത്തുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മെക്കുറിച്ചോർത്ത് നെടുവീർപ്പിടുകയാണോ അതോ നമ്മെക്കുറിച്ചോർത്ത് അവർ സന്തോഷിക്കുകയാണോ? അങ്ങനെ നമ്മെക്കുറിച്ച് അവർ സന്തോഷിക്കുന്നു എങ്കിൽ നാമും നമ്മുടെ തലമുറകളും പിന്നത്തേതിൽ അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞെരുങ്ങിക്കൊണ്ട് നെടുവീർപ്പെട്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മെക്കുറിച്ച് ഓർക്കുന്നു എങ്കിൽ നിസ്സംശയം വിളിച്ചു പറയട്ടെ, തലമുറകൾ ശാപഗ്രസ്തരായി തീരും. അഥവാ തലമുറകൾ പ്രയാസത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം ഇതാണ്: നമ്മുടെ മാതാപിതാക്കൾ നമ്മെക്കുറിച്ച് സന്തോഷിക്കുകയാണോ നമ്മെക്കുറിച്ച് നെടുവീർപ്പിടുകയാണോ? ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചിന്ത ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള പ്രധാന കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ അനേക മാതാപിതാക്കൾ തങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒരിറ്റ് ഭക്ഷണം എടുത്തു തരുവാൻ അടുത്തില്ലാതെ, തങ്ങളുടെ വാർദ്ധക്യ സഹജമായ രോഗത്തിൽ ആശുപത്രികളിൽ കൊണ്ടുപോകുവാൻ ഒരു തലമുറ അടുത്തില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ഞെരുങ്ങി നെടുവീർപ്പിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മധ്യേ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്രകാരം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത്, അബ്രഹാമിനോട് ദൈവം, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് യാഗമർപ്പിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ട അബ്രഹാം തന്റെ മകനെയും കൂട്ടി മലമേൽ യാഗം കഴിക്കുവാനായി കടന്നുപോയി യാഗം കഴിക്കുവാൻ ഒരുങ്ങുമ്പോൾ ദൂതൻ വിളിച്ചു പറയുന്നു, ബാലനുമേൽ കൈവയ്ക്കരുത്. ശേഷം ഇപ്രകാരം ദൂതൻ പറയുകയാണ്, നീ ഈ കാര്യം ചെയ്യുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. തീർന്നില്ല, നിന്റെ സന്തതിയും ഇതിനാൽ അനുഗ്രഹിക്കപ്പെടും. അവൻ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ അവനെ എണ്ണിക്കൂടാ വഹിയാതെ വണ്ണം അവൻ വർദ്ധിക്കുവാൻ, അതായത് നിന്റെ തലമുറ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിന്നെയും ചേർത്ത് പറയുക, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നോക്കിയേ, അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിലേക്ക് ഒരു അനുഗ്രഹം ദൈവം ചൊരിഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ ഇതിന് കാരണമായത് എന്താണ്? അബ്രഹാം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു എന്നതാണ്. അതായത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്, അബ്രഹാമിന്റെ അനുസരണത്തിനുള്ള അനുഗ്രഹമാണ് തന്റെ തലമുറകളിലേക്ക് വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ നന്മയുടെയും ഓരോ അനുഗ്രഹത്തിന്റെയും ഓരോ മാന്യതയുടെയും മൂല കാരണം എന്തെന്ന് തേടിയാൽ നിസ്സംശയം വിളിച്ചു പറയാം, അത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ ദൈവ സ്നേഹവും അവരുടെ ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും ഉളവായി വന്നതാണ്. അതിന്റെ അനന്തര ഫലമാണ് ഞാൻ നീയും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്. എന്നാൽ ഈ സത്യമറിയാതെ ഇന്ന് അനേക തലമുറകൾ തങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ, അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ അവരെ തള്ളിക്കളയുന്നതായിട്ട് കാണുന്നത് സങ്കടകരമേറിയ ഒരവസ്ഥയാണ്. അനേക ഇടങ്ങളിൽ ഇന്നത് കാണുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടായിക്കൊള്ളട്ടെ, മാതാപിതാക്കൾ മക്കൾക്ക് ദ്രോഹം ചെയ്തു എന്ന് മക്കൾ പറഞ്ഞേക്കാം. എന്ത് കാര്യം കൊണ്ടായിക്കൊള്ളട്ടെ, എങ്ങനെയാ നമ്മുടെ മാതാപിതാക്കളെ, അവരുടെ ഉദരത്തിൽ ഉരുവായി വന്ന നമ്മുടെ മാതാപിതാക്കളെ
എങ്ങനെയാ നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുന്നത്? എങ്ങനെയാ ഉപേക്ഷിച്ച് കളയുവാൻ കഴിയുന്നത്? എങ്ങനെയാ അവരെ ശ്രദ്ധിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുന്നത്? ഇവിടെ നോക്കിയേ, നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്, നമുക്ക് നന്മ ലഭിച്ചിരിക്കുന്നത്, നമുക്ക് ഇന്ന് കാണുന്ന മാന്യത ലഭിച്ചിരിക്കുന്നത് മറ്റെവിടെയിൽ നിന്ന് വന്നതല്ല, തന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ അഥവാ അവരുടെ ദൈവസ്നേഹത്തിലും അനുസരണയിൽ നിന്ന് വന്നതെന്ന് ദൈവത്തിന്റെ വചനം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയും. തീർന്നില്ല, മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആലോചന അല്ലെങ്കിൽ വലിയൊരു വെളിപ്പാടിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇങ്ങനെ അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഇസഹാക്ക് തന്റെ കാലത്ത് താൻ പ്രായമായി കണ്ണ് കാണുവാൻ കഴിയാത്ത അവസ്ഥ കടന്നു വന്നപ്പോൾ, അതായത് തന്റെ മരണകാലം അടുത്തപ്പോൾ, തന്റെ മകനെ അടുക്ക വിളിച്ചിട്ട്, ഏശാവിനെ അടുക്ക വിളിച്ചിട്ട് പറയുവാണ്, നീ വേട്ട തേടി എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി തരിക, ഞാൻ നിന്നെ അത് ഭക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. നോക്കിയേ, ഈ അനുഗ്രഹത്തിന്റെ തുടർച്ച കടന്നു വരുന്ന വഴിയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുക, അവന്റെ മരണകാലം അടുത്തു, ഇസഹാക്കിന്റെ മരണകാലം അടുത്തു. അപ്പൊ ഇസഹാക്ക് പറയുക, നീ എന്നെ ഒന്ന് സന്തോഷിപ്പിക്ക്, നിന്നിൽ ഞാനൊന്ന് സന്തോഷിക്കട്ടെ, അത് നിമിത്തം എന്റെ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട, എന്റെ പിതാവ് ദൈവത്തിൽ നിന്ന് കേട്ട ആ അനുഗ്രഹത്തിന്റെ തുടർച്ച അത് നിനക്കും നിന്നിലേക്കും നിന്റെ തലമുറകളിലേക്കും വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഏശാവ് വേട്ട തേടിപ്പോയതും യാക്കോബും ഏശാവും തമ്മിലുണ്ടായ വിഷയങ്ങളും ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ആ രണ്ട് മക്കളെയും തന്റെ അവസാന കാലത്ത് ആ പിതാവ് ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ അനുഗ്രഹം പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിഴലിച്ചു നിൽക്കുകയും ചെയ്തു. ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഒരാലോചനയായി ഞാൻ വിളിച്ചു പറയുക, മാതാപിതാക്കൾ നമ്മെ കുറിച്ചോർത്ത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ അവസാന കാലത്ത് നമ്മൾ അവർക്ക് ഒരു നേരത്തെ വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, മരുന്ന് കൊടുത്ത് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ, അവരുടെ നിറഞ്ഞ മനസ്സിൽ നിന്നുള്ള അനുഗ്രഹം നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ അവരെ ശ്രദ്ധിക്കാതെ എന്തേലും കാരണം പറഞ്ഞ് മാതാപിതാക്കളെ ഒഴിവാക്കി, മാതാപിതാക്കളെ ദുഷിച്ച്, നിന്ദിച്ച്, പരിഹസിച്ച്, അപമാനിച്ച് ജീവിക്കുന്ന പ്രിയ തലമുറയെ, മാതാപിതാക്കൾ നിന്നെ കുറിച്ച് നെടുവീർപ്പിട്ട് കരയുന്നു എങ്കിൽ, അവർ നിന്നെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുന്നു എങ്കിൽ, നീ ഇന്ന് തന്നെ മനം തിരിഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് നിന്റെ മാതാപിതാക്കളെ സ്നേഹിച്ച് നിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക. നിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹം നിന്റെ തലമുറയുടെ മേലും തലമുറയായി അത് പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ ഇന്ന് തന്നെ നാം ശ്രവിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിയേൽപ്പിക്കാം, ഒന്ന് പരിശോധിക്കാം, സ്വയം പരിശോധന നടത്താം. എന്റെ മാതാപിതാക്കൾ എന്നെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുവാണോ, അതോ നെടുവീർപ്പിടുകയാണോ? നെടുവീർപ്പിടുന്നെങ്കിൽ ഇന്ന് തന്നെ മടങ്ങിച്ചെന്ന് അവരെ സ്വീകരിക്കുക, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.